ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ്. നമുക്ക് ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ ഒരു മെയിൻ ലാൻഡ് മാർക്കാണ് ഹസ്രത്ത് ഇമാം മോസ്ക്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇപ്പോൾ വരുന്ന ആൾക്കാർ പെട്ടെന്ന് താജ്മഹലിലോട്ടല്ലേ പോവുക. അതുപോലെ നമ്മൾ ദുബായിൽ പോവുകയാണെങ്കിൽ ബുർജ് ഖലീഫ, മലേഷ്യയിൽ പോവുകയാണെങ്കിൽ ട്വിൻ ടവർ, അതുപോലെ ഉസ്ബെക്കിൽ വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു പള്ളി. ശരിക്കും ഇവിടെ ഫ്രീ എൻട്രി ആണ്, പ്രത്യേകിച്ച് അങ്ങനെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല. ചില പള്ളിയിലോട്ട് മാത്രമേ എൻട്രി ഫീ ഉള്ളൂ കേട്ടോ, പക്ഷേ ഇവിടെയൊക്കെ ഫ്രീ ആണ്. മെയിൻ സ്ഥലം അതാട്ടോ, നമ്മുടെ ഈ മൈസൂർ പാലസ്, അതുപോലെ താജ്മഹൽ, പിന്നെ ഡൽഹി ജമാ മസ്ജിദ് അതുപോലുള്ളൊരു സ്ഥലമാണ്. അതിന് മുമ്പ് നിന്നാണ് ശരിക്കും ഫോട്ടോ എടുക്കേണ്ടത്, പക്ഷേ ഇതിപ്പോൾ ക്ലോസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെയൊക്കെ ഫ്രീ എൻട്രി ആണ്. തൽക്കാലം നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. താഷ്കന്തിലെത്തി ഓരോ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ചയാണ്, ഒരുപാട് ആൾക്കാർ ഇവിടെ ഗൈഡിൻ്റെ കൂടെയാണ് വരുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഗൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ നമ്മൾ മാത്രം ChatGPTയുടെ സഹായത്തോടു കൂടിയാണ് ഓരോ സ്ഥലങ്ങൾ എങ്ങനെയാണ് നോക്കിയതും അതുപോലെ അങ്ങോട്ടുള്ള ബസ് ടിക്കറ്റ് എടുത്തതും. ഈ 4 സ്ഥലങ്ങൾ പോയി വന്നപ്പോൾ എനിക്ക് മൊത്തം കോസ്റ്റ് വന്നത്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ട് വന്നത് ഏകദേശം ഒരു 100 രൂപ അത്രയൊക്കെ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടുന്ന് താഷ്കന്തിലെത്തി നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് ഏത് ഡെസ്റ്റിനേഷനിലോട്ട് പോയാലും 11 രൂപ ടിക്കറ്റ് ആവുന്നുള്ളൂ, 1700 സോമേ ആവുന്നുള്ളൂ. പിന്നെ ഞാൻ ഏകദേശം ഒരു 4-5 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാവും കേട്ടോ, എല്ലാം കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇതുപോലെ എങ്ങനെ വരാം. കണ്ടില്ല, എൻ്റെ കൂടെ ആരുമില്ല.